വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 260.56 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല സമിതിയാണ് പണം അനുവദിച്ചത്. 9 സംസ്ഥാനങ്ങൾക്ക് 4000-ലധികം കോടി രൂപ ദുരന്ത നിവാരണത്തിനായി നൽകിയിട്ടുള്ളത്. അത് ആസാം അടക്കമുള്ള 9 സംസ്ഥാനങ്ങളാണ്. ഇതിൽ കേരളത്തിന് 260 കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത്. വയനാട് ദുരന്ത നിവാരണം എന്ന് പറഞ്ഞു തന്നെയാണ് ഈ പണം ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ തന്നെ കേരളം ആവശ്യപ്പെട്ട തുകയുടെ അടുത്ത് പോലും എത്തുന്നതല്ല ഒരുപക്ഷെ ഈ തുക എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. കേരളം പ്രത്യേക പാക്കേജാണ് ദുരന്ത നിവാരണത്തിനായി ആവശ്യപ്പെട്ടത്. അവിടെ വീടുകൾ വെക്കണം, അതുപോലെ തന്നെ പ്രത്യേക ടൗൺഷിപ്പ് ഉണ്ടാക്കണം അടക്കമുള്ള കാര്യങ്ങൾ കേരളം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ പണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. 260 കോടിയാണ് ഇപ്പോൾ നീക്കിവെച്ചിരിക്കുന്നത്. നേരത്തെ NDRF-ന് കൂടുതൽ പണം അനുവദിച്ചിരുന്നു. അതായത് ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് പണം അനുവദിച്ചു എന്നുള്ളൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ നേരത്തെ സ്വീകരിച്ചത്. ഇപ്പോൾ വളരെ കൃത്യമായി വയനാട് ദുരന്തത്തിന് പ്രത്യേക സമിതിയുടെ പണം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം അടക്കം 11 നഗരങ്ങൾക്ക് വെള്ളപ്പൊക്ക ദുരന്ത നിവാരണത്തിനായി പണം അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിന് എത്രയാണ് നീക്കി വെച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല.